കാലങ്ങളിലെല്ലാം അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കാര്യമുണ്ടല്ലോ നീ പറഞ്ഞില്ല അവിടെ ഇപ്പം ഭയങ്കര പ്രശ്നമാണെന്ന്. ഞാൻ അത്രയും ടൈറ്റാണ് വെള്ളത്തിന്. വൈകുന്നേരം ടാങ്കറിലല്ലോ വെള്ളം ഇരിക്കുന്നത്. അതെ, ആ പിക്കപ്പ് ടാങ്ക് വെച്ചിട്ട് ആണോ അടിക്കുകയാണ്. അത്രയും ടൈറ്റ് ഉണ്ട് അങ്ങോട്ടൊക്കെ. കുഴക്കണ്ടറൊന്നും പോയാൽ പിന്നെ നമസ്കാരം പോയത് നമ്മൾ വെള്ളത്തിന്റെ കാര്യം പറയും. അതല്ലേ വെള്ളം തന്നെ ഇപ്പൊ വെയിലും അല്ലേ, ഇവിടെ വെള്ളത്തിന്റെ കുടിവെള്ള ക്ഷാമം ബാംഗ്ലൂരിലും ഭയങ്കര സംഭവം എന്ന് പറയുന്ന കേട്ടു. ടാങ്കറിന് അടിക്കുന്നു. അതല്ലേ നാട്ടും പുറത്തല്ല ഇങ്ങനെ എന്താ അവസ്ഥ, നഗരപ്രദേശം ഇങ്ങനെ പറയാനേ ഇല്ല. അല്ല പട്ടിണിക്കഞ്ഞി, ഈ നട്ടപ്പുറത്തെ വെയിലത്ത് നിങ്ങളെവിടെയായി പോന്ന്? എന്ത് പറയാനപ്പ ഈ വയസ്സാങ്കാലത്ത് ഈ നട്ടം പറക്കുന്നത് പറ്റും. നടന്ന് മടുത്തു. ഒരു പട്ടിണിക്കഞ്ഞിട്ട് ഒരു ഗ്യാസ്ട്രോളാ എന്താ ഇപ്പൊ ഇത്ര ഗുലുമാലേ? എല്ലാം ഗുലുമാലാന്നേ. മസ്റ്ററിങ്ങാടാ, മറ്റേ ഈ ഇതിന്റെ റേഷൻ കാർഡിന്റെ. തിരിഞ്ഞു മസ്റ്ററിങ്. ഓ മസ്റ്ററിങ്, നമുക്കതിനെ പറ്റി അത്ര പിടിപാടില്ല. അല്ല മസ്റ്ററിംഗിൽ ഇടക്ക് കഴിഞ്ഞത്. സുരേഷ്, അത് പെൻഷൻ മസ്റ്ററിങ്, ഇത് മറ്റേ റേഷൻ മസ്റ്ററിങ്. അങ്ങനെ വേറെ മസ്റ്ററിംഗ് വരുമാന സർട്ടിഫിക്കറ്റും അത് അയാൾക്ക് പെൻഷൻ വാങ്ങാതെ ജീവിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ടാന്നേ. എന്റെ സുരേഷേ, ഓരോ കോസ്റ്റാക്കുള്ളികള് ഇത് ഗവൺമെന്റ് ഓരോ പണിയാന്നേ നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിട്ട്. ചുരുക്കം പറഞ്ഞാൽ മസ്റ്ററിംഗ് നടന്നിട്ടില്ല. അതാണ് കാര്യം. അപ്പൊ പിന്നെ മസ്റ്ററിംഗ് നടക്കണ്ടേ? നടക്കണം. ഏടെ നടക്കാനപ്പാ, പൊലച്ച കൂറ്റിനെ എണീച്ച് ഒരു ക്ലാസ് കൊടുത്താളും കുടിച്ചിട്ട് പോയതാണ്. ആടെ പോകുമ്പോഴേക്ക് എന്നെക്കാളും വയസ്സിൽ 6-7 വയസ്സന്മാരും ഒരു 10-15 പെണ്ണുങ്ങളും 4-5 കൈക്കുഞ്ഞുങ്ങളും എല്ലാം നടന്നോ. അപ്പോൾ എന്നിട്ട് മസ്റ്ററിംഗ് നടന്നില്ല. എവിടെ നടക്കാൻ? മഞ്ഞ കാർഡിന് എടുക്കുന്നുണ്ട്, ചുവപ്പ് കാർഡിന് എടുക്കുന്നുണ്ട്. പിന്നെ കുറെ കഴിയുമ്പോൾ പറഞ്ഞു ഒരു കാർഡിന് എടുക്കുന്നില്ല, മിഷ്യൻ ചത്തു. മാനേജർ പറഞ്ഞു ഇന്നൊന്നും നടക്കില്ല, നമ്മൾ അതുപോലെ സഞ്ചി കക്ഷത്തിൽ വെച്ചിട്ട്. നല്ല കുഞ്ഞിരമാട്ടെ, ഇപ്പം നീലയും മഞ്ഞയും ചുവപ്പും വെള്ളയും അല്ലേ കാർഡുള്ളൂ. അതിലിപ്പോൾ മഞ്ഞ കാർഡാണ് നടക്കുന്നത്, ചുവപ്പ് കാർഡാണ്. ഒരു കാർഡ് നടക്കുന്നില്ല. ഓ അങ്ങനെ. ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ, ഈ മഞ്ഞക്കാട് എന്ന് പറയുന്നത് പരസ്പരം പരസഹായം ഇല്ലാണ്ട് നടക്കാൻ പറ്റാത്തവർക്ക്, കണ്ണ് കാണാത്തവർക്ക്, ചെവി കേൾക്കാത്തവർക്ക്, മിണ്ടാൻ പറ്റാത്തവർക്ക്, ഇങ്ങനത്തെ ഇല്ലവർക്കല്ലേ ഈ മഞ്ഞക്കാട്. എന്താ കുഞ്ഞിട്ടാ? അതെ അതെ അതെ, അങ്ങനെയുള്ള അവരെ സഹായിക്കാൻ വേണ്ടി ഈ സാധനം അവർക്ക് ഒരു സഹായം എന്ന രീതിയിൽ. ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ ഈ മഞ്ഞക്കാടുകാർക്ക് വീടുകളിൽ പോയി ഒരു മസ്റ്ററിംഗ് ചെയ്യണം. തീർച്ചയായിട്ടും അങ്ങനെ പറ്റൂലല്ലോ. അതല്ലേ ഈ മഞ്ഞക്കാട്. ഇപ്പം പറയുന്നത് കേട്ടോ, മഞ്ഞക്കാർഡ് പിന്നെ ചുവപ്പ് കാർഡ് ഇതങ്ങനെ നീണ്ടു പോവല്ലോ. ഇത് ഇതിനെ കൊണ്ട് തീർന്നു എന്നാ വിചാരം? തീരൂലേ? വേടാ, ഇനി ഇത് തെരഞ്ഞെടുപ്പിന്റെ കാർഡ് ഇത് അക്ഷയയിൽ കൊണ്ട് ചെയ്താലേ ശരിയാവൂല എന്നാ പറയുന്നത്. അക്ഷയില അവിടെയുള്ള മോറും ഭാഗം കണ്ടാ പിന്നെ ആരും അങ്ങോട്ട് പോകില്ല. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ആവശ്യമുള്ള രേഖയൊന്നും കൊണ്ടുപോയില്ല, പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്റെ അയ്യപ്പാ, ഞാൻ പോയിട്ട് എത്ര അനുഭവിച്ചതായി മസ്റ്ററിങ്ങിന് പോയിട്ട്. പെൻഷൻ മസ്റ്ററിങ്ങിന്റെ കാര്യമല്ലേ? പെൻഷൻ മസ്റ്ററിങ്ങിന്റെ കാര്യം ശരിയാണ്. അല്ല, ഒരു 914 കോടി ഗവൺമെന്റ് ഇതിനു വേണ്ടി ചെലവാക്കുന്നതായി പറയുന്നത്. അതിവിടെ 86 കോടി കേന്ദ്ര ഗവൺമെന്റിന്റെ. അതെയാ? ഇതെല്ലാം നമുക്ക് വേണ്ടിട്ടല്ലേ സർക്കാർ ചെലവാക്കുന്നത്. അത് മനസ്സിലായിട്ടില്ല. ഈ മഴയത്തും വെയിലത്തും പെടാപാട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതുകൊണ്ടാണോ? അർഹതയില്ലാത്ത ഒരുപാട് ആൾ ഈ സൗജന്യം മേടിക്കുന്നുണ്ട്. അതിന്റെ പുറകിൽ ആരാ മേടിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം ഈ പരിപാടിയെല്ലാം നടക്കാൻ. ഇത് ഇവിടെ ഒന്നും നിൽക്കൂലപ്പാ. പാൻ കാർഡ്, ആധാർ കാർഡ്, മസ്റ്ററിങ്, കണ്ണിന്റെ വോട്ടെടുപ്പ് ഇതെല്ലാം അവരെ കയ്യിലായി. നമ്മൾ എന്തും അവർക്ക് ചെയ്യാം. പിന്നെന്താ, ഇപ്പം പെൻഷൻ മസ്റ്ററിങ്, പിന്നെ ആധാർ കാർഡ് പുതുക്കല്, പിന്നെ പാൻ കാർഡ് പുതുക്കല്, ഇപ്പൊ റേഷൻ മസ്റ്ററിങ്. ഇനിയിപ്പോ എന്താണ്? അല്ല സുരേഷ്, ഇനിയിപ്പം മറ്റേ തെരഞ്ഞെടുപ്പ് കാർഡ് പുതുക്കണം. അത് പുതുക്കണം. അത് പുതുക്കണം. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ പറയാൻ കഴിയില്ല. അല്ല, പാൻ കാർഡിന്റെ കാര്യം എന്തായി? പാൻ കാർഡ് കഞ്ഞിയിൽ ഇത്തിരി ഉപ്പിട്ടിട്ട് മോന്തി കുടിക്കാൻ പറ്റാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തിനായി പാൻ കാർഡ്? അല്ലൂടെ, നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ബാങ്കിൽ പോയി നോക്കി ഒരു ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് അവര് വേണം പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം, റേഷൻ കാർഡ് വേണം, വരുമാന സർട്ടിഫിക്കറ്റ് വേണം, ഫോട്ടോ വേണം, ലൊക്കേഷൻ സ്കെച്ച് വേണം. എന്തിന്റെ പാട്ടാണ് ഈ ലോകത്തിൽ എല്ലാ കാര്യം ഉണ്ടെങ്കിലേ അവരൊരു 5 പൈസ ലോൺ തരും. നമ്മുടെ ഇന്ത്യ ഡിജിറ്റൽ അല്ലേ? ഡിജിറ്റൽ ഇന്ത്യ. എടോ, 500 രൂപയും കൊണ്ട് ഇപ്പൊ ഒരു പച്ചക്കറി കടയിൽ പോയാല് ഒരു ചെറിയ പ്ലാസ്റ്റിക് കൊണ്ടതിനെ കൊള്ളുന്ന പച്ചക്കറി വാങ്ങിച്ചിട്ട് വരാം. അതിന് കൂടെ വില നടക്കുമോ? അതിന് ആര് കുറ്റക്കാരൻ്റെ പോയിന്നേട്ടാ? സർക്കാരാണോ അല്ല നമ്മളെ കച്ചവടക്കാരാണോ? അതൊന്നും അല്ല. നമ്മളൊരു മണ്ണിൽ നമ്മളെ കൈ കുത്തുമോ? നമ്മളെ പിള്ളേരെ കൊണ്ട് കുത്തിക്കോ? ഒരു ചീര അല്ലെങ്കിൽ ഒരു മുരിങ്ങ കൈ അല്ലെങ്കിൽ ഒരു കൈപ്പക്കേൻ്റെ കുരു നമ്മളെ മക്കളെ കൊണ്ട് കൈത്ത് കുഴിച്ചിട്ട് കുടിക്കുന്നു നമ്മൾ.
ഇല്ലല്ലോ. പിന്നെ ആരാ കുറ്റക്കാരി? എൻ്റെ ചെറുപ്പത്തിൽ ഒരു 10 ഉറുപ്പിയും കൊണ്ട് പീടിയെ പോയി കഴിഞ്ഞാൽ ഒരു ചാക്ക് കൂടെ എടുക്കുക, മുളക്, കൈപ്പക്ക, വെണ്ടക്ക, വെള്ളരിക്ക, ഈ വട്ടത്തിലുള്ള നുറുക്ക്, ഇതെല്ലാം മേടിച്ച് കഴിഞ്ഞാൽ ഒരു ചാക്ക് സാധനം വെറുതെ ഒരു 2 രൂപയെങ്കിലും നമ്മുടെ കൈവശം. അതെന്താ കാലം. വർഷങ്ങൾക്ക് മുമ്പ് ലാപ്ടോപ്പും തൂക്കിയിട്ട് കുറേ ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ വന്നിരുന്നു. സെൻസസ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ സ്ഥിതി എന്തായി? ഈ അമ്മപ്പ എനിക്കൊന്നും അറിയില്ല. സുരേഷ് ചേട്ടാ സമയം എത്ര സമയം ഇപ്പൊ 6 മണിയാലായില്ലേ? എൻ്റെ ദൈവമേ, പിന്നെ ഈ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ സാധനം ഗവൺമെൻറ് വാങ്ങിച്ചുകൊണ്ടു. നീ ഞാനുള്ള ആപ്പിലാകുമ്പോൾ പോവാണ്. പണ്ടൊരിക്കൽ മേടിച്ച് വരുമാനം, പിന്നെ ഇപ്പം നമ്മുടെ കണ്ണിൻ്റെ മറ്റേ കൈയുടെ ഇതൊക്കെ എടുത്ത് കൊണ്ടുപോവാണ്. ആധാർ കാർഡ്, മറ്റു കാർഡ്, ഇതൊക്കെ നമ്മുടെ എല്ലാ വിവരങ്ങളും ഗവൺമെൻറ് കയ്യിലുണ്ട്. ഇനി എപ്പോൾ നമ്മളെ മൊത്തമായിട്ട് തൂക്കി വിൽക്കുന്ന അറിഞ്ഞാൽ മതി. നിങ്ങൾ ബാങ്കിലേക്ക് പോകുന്നില്ല ലോണിന്? ഇല്ല. എന്നാ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. നിങ്ങളെ പറമ്പിൽ പന്നി കയറിയിട്ടുണ്ടെങ്കിൽ ആ പറമ്പിന് ലോൺ ഇല്ല. പുതിയ കാര്യം കേട്ടപ്പോൾ എൻ്റെ പറമ്പിന് ലോണില്ല പോലും. അങ്ങനെയാണ്. അല്ല, ഈ സുരേഷിന്റെ കാര്യമാണ് ഭയങ്കരം. സ്ഥിരം പന്നിയുടെ കാര്യം പറയാനുണ്ടാവും. +2 പഠനം കഴിഞ്ഞില്ലേ? ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട്. ചെറുപുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്. 2 വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും. ആഴ്ചയിൽ 500 രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി. പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമുണ്ട്. ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ്, കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി. അഡ്മിഷൻ ഉറപ്പാക്കൂ. 1/4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550, 9446007032, 9847813409. ലാൻഡ് ഫോൺ 04985 200 228. ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്.